4 പതിറ്റാണ്ടിലധികമായി നമ്മൾ കേൾക്കുന്ന ഒരു കേസിൻ്റെ പേരാണ് ബോഫോഴ്സ് ആയുധ ഇടപാട് കേസ്. സ്വീഡൻ എന്ന വിദേശ രാജ്യവുമായി ഉറപ്പിച്ച, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഉറപ്പിച്ച ഈ ഒരു കരാറിൽ കോടികൾ, ഏതാണ്ട് 1631 കോടിയോളം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് നേരത്തെ വന്നത്. 4 പതിറ്റാണ്ടിലധികമായി സത്യം പറഞ്ഞാൽ കോൺഗ്രസിനെ വേട്ടയാടിക്കൊണ്ടിരുന്ന രാജീവ് ഗാന്ധിയുടെ, അദ്ദേഹത്തിൻ്റെയൊക്കെ മരണത്തിന് ശേഷവും ഒട്ടോവിയ കൊത്രോച്ചി എന്ന ഇടപാടുകാരൻ്റെ മരണത്തിന് ശേഷവുമൊക്കെ കോൺഗ്രസിനെ ഒരുപാട് ഉത്തരം മുട്ടിച്ച ഒരു കേസാണ് ഈ ഒരു ബോഫോഴ്സ് ആയുധ ഇടപാട് കേസ്. അത്തരത്തിൽ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളൊക്കെ തന്നെ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷവും ഉണ്ടായിട്ടുണ്ട്. പുരുലിയ ആയുധവർഷ കേസ്, അതുപോലെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതി കേസ്, അത് അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആൻ്റണി അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളതാണ് ആരോപണം. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ആൻ്റണിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അനിൽ ആൻ്റണി, AK ആൻ്റണിയുടെ മകൻ, BJPയിൽ ചേർന്നത് എന്ന വാദം അദ്ദേഹം BJPയിൽ ചേർന്ന സമയത്തും ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഇത്തരത്തിലുള്ള കേസുകളിലൊന്നും തെളിവില്ലാത്തതുകൊണ്ട്, കൃത്യമായി സോളിഡ് എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഇത്തരം കേസുകൾ തള്ളിപ്പോവുകയാണ്. എന്തായാലും അവസാന ഹർജിയും തള്ളപ്പെട്ടിരിക്കുന്നു ബോഫോഴ്സ് കേസുമായി ബന്ധപ്പെട്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇത്തരം കേസുകളിൽ ശിക്ഷിച്ച ചരിത്രം വളരെ കുറവാണ്. നേരത്തെ ഈ 2G സ്പെക്ട്രം അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ കോൺഗ്രസ് സർക്കാർ, UPA സർക്കാർ, അതുപോലെ രാജ അന്നത്തെ മന്ത്രിയായിരുന്ന വ്യക്തിയൊക്കെ തന്നെ നേരിട്ടിട്ടുണ്ട്. പക്ഷേ കൃത്യമായി ഈ വലിയ നെറ്റ്വർക്ക് കേസുകളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ഒരുപാട് പേർ ഉൾപ്പെട്ട വിദേശ ഇടപാടുകൾ അടക്കമുള്ള കേസുകളിൽ, ലാവ്ലിൻ, SNC ലാവ്ലിൻ അഴിമതി കേസ് ഉൾപ്പെടെ, ഇതിലൊക്കെ തന്നെ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് സുപ്രീം കോടതിയോ അനുബന്ധ കോടതികളോ അല്ലെങ്കിൽ കീഴ്ക്കോടതികളോ ഒന്നും തന്നെ ആർക്കെതിരെയും ശിക്ഷ വിധിച്ച ചരിത്രമില്ല. കാരണം തെളിവുകൾ ഇല്ല, അഭിപ്രായങ്ങൾ മാറ്റിപ്പറയുന്നു, അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നു. ഇത് ഒരിക്കലും ഒരു മാതൃകാപരമായ ഒരു നിയമ നടപടിയോ അല്ലെങ്കിൽ നിയമപരമായ ഒരു രീതിയോ അല്ല. ഇത്തരം അഴിമതി കേസുകളിൽ, അല്ലെങ്കിൽ ഇത്തരം ഒരു ആരോപണമുണ്ടായി, അത് ഏത് രീതിയിൽ അന്വേഷിച്ചു, ആരന്വേഷിച്ചു, CBI അന്വേഷിച്ചോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ അന്വേഷിച്ചോ, തെളിവുകൾ കിട്ടിയോ എന്നതിന് പകരം ഇതിൻ്റെ മെറിറ്റ്, ഈ കേസിൻ്റെയൊക്കെ മെറിറ്റ് തീർച്ചയായിട്ടും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ അക്കൗണ്ട് വിവരങ്ങളും അവർ ആ സമയത്ത് എന്ത് ചെയ്തിരുന്നു എന്ന കാര്യങ്ങളുമൊക്കെ തന്നെ പരിശോധിച്ച് ഉറപ്പാക്കണം, അല്ലെങ്കിൽ പരിശോധിച്ച് കാര്യങ്ങൾ, ശിക്ഷ ഉറപ്പാക്കണം എന്നൊരു വാദം ചില നിയമവിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഇത്തരം വലിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസുകളിലൊന്നും ആൾക്കാരെ, അല്ലെങ്കിൽ അത് രാഷ്ട്രീയ നേതാക്കളായാലും വലിയ വലിയ ഏജൻസികളായാലും ബിസിനസ്സുകാരായാലും അവരെയൊന്നും ശിക്ഷിക്കാത്തത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു മാതൃകാപരമായ നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ സുപ്രീം കോടതി സിദ്ധാന്തങ്ങൾക്ക് ഒക്കെ വിരുദ്ധമായിട്ടാണ് പലപ്പോഴും സംഭവിക്കാറ്. അങ്ങനെ ഉണ്ടാകുന്നത് ആരോഗ്യപരമായ ഒരു നിയമ രീതിയാണോ അല്ലെങ്കിൽ ഒരു നിയമം നടപ്പിലാക്കലാണോ എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു. ഇവിടെ തെറ്റ് ചെയ്തവർ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് ഉറപ്പുണ്ടായിട്ട് പോലും പലരെയും ശിക്ഷിക്കാതെ പലർക്കും ഇളവുകൾ നൽകിയും, അല്ലെങ്കിൽ പലരും ഈ കാലങ്ങളുടെ കാലങ്ങളിങ്ങനെ കഴിയുമ്പോൾ പലപ്പോഴും ആളുകൾ മരിച്ചു പോകാം, ഈ കേസുമായി ബന്ധപ്പെട്ടവർ മരിച്ചു പോകാം, തെളിവുകൾ ഇല്ലാതെയാകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സത്യം പറഞ്ഞാൽ ഇടമലയാർ കേസിൽ R ബാലകൃഷ്ണപിള്ള, അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവ്, അങ്ങനെയുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇത്തരം കേസുകളിലൊക്കെ തന്നെ, വലിയ ചർച്ചയായ വലിയ വിവാദമായ കേസുകളിൽ ഒക്കെ തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് നമ്മുടെ ഭാരതത്തിൻ്റെ നിയമ സംവിധാനങ്ങൾക്ക് ഒരിക്കലും അത് ഒരു നല്ല കാര്യമായിട്ട്, അല്ലെങ്കിൽ അതിന് അതിൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റി ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമായി നമുക്ക് കാണാനാകില്ല എന്ന് തന്നെയാണ് ഈ ഒരു ബോഫോഴ്സ് കേസിൻ്റെ എല്ലാ നടപടികളും അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു നീക്കത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഈ പുരുലിയ ആയുധവർഷ കേസ്, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാട്, ഇതൊക്കെ തന്നെ ഇനിയിപ്പം കടന്നു വരാനുണ്ട്. അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ നിയമ അവസ്ഥ എന്താണ്, സുപ്രീം കോടതിയിലാണോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള നിയമ നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല, അല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല. എന്നാൽ പോലും ഇത്തരം കേസുകൾ ഇങ്ങനെ ആവിയായി പോകുമ്പോൾ ഇവിടെ പലർക്കും, അത് രാഷ്ട്രീയ നേതാക്കളായാലും ശരി, സംഘടനകളായാലും ശരി, ആരായാലും ശരി, അവർക്കൊക്കെ തന്നെ വീണ്ടും വീണ്ടും ഇത്തരം കോടികളുടെ ഇടപാടുകൾ നടത്താനുള്ള, അല്ലെങ്കിൽ അഴിമതി നടത്താനുള്ള ഒരു പ്രോത്സാഹനമായി മാറും എന്ന അഭിപ്രായവും
പലരും പറയുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുമുണ്ട്.